ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവിധ തരത്തിലുള്ള തപന ഉപകരണങ്ങൾ അഥവാ ഹീറ്റിംഗ് ഇലക്ട്രിക് അപ്ലയൻസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യം നമ്മൾ ഹീറ്ററിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ താപോർജത്തിന്റെ സഹായത്തോടെ, അതായത് ചൂടായിട്ട് തിളങ്ങി കത്തുന്ന ലാമ്പിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ലാമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ താപം കുറവുള്ള ലാമ്പുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും താപം കുറഞ്ഞ രീതിയിൽ ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് ലാമ്പുകൾ, ഒന്ന് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ LED എത്തി അല്ലെ, അങ്ങനെ അവസാനിപ്പിക്കുക ചെയ്ത് LED ബൾബ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അല്ലെ, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്ത്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട തപന ഉപകരണത്തിനെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നു, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമുക്ക് ഇന്ന് ആദ്യം പറയാനുള്ളത്. എന്താണ് ആ തപന ഉപകരണം പറയട്ടെ. അപ്പൊ എമിലിയും വന്നിട്ടുണ്ട് അല്ലേ? എമിലിന് എന്താ നേരം വൈകിയ? കേക്കാല്ല. ആ ശരി ശരി, ഓക്കെ, നോ പ്രോബ്ലം. നോക്കാം. അപ്പോ ഒരു പ്രധാനപ്പെട്ട തപന ഉപകരണത്തിനെ കുറിച്ചിട്ടാണ് നമുക്കിന്ന് പറയാനുള്ളത്. ശ്രദ്ധിക്കൂ. നമ്മുടെ വീട്ടില് നമ്മൾ ഇലക്ട്രിസിറ്റിക്കാരോട് നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ വേണമെന്ന് പറയും. അതായത് എല്ലാ വൈദ്യുത ഉപകരണങ്ങളും നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചതിന് ശേഷം ആവശ്യത്തിന് സ്വിച്ചുകളും ലൈറ്റുകളും എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ പറയും, ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കും, ഞങ്ങളുടെ വീട്ടിലേക്ക് കറണ്ട് വേണം. അപ്പോൾ അവര് നമ്മുടെ വീട്ടിലേക്ക് ഈ കറണ്ട് വന്നിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അല്ലേ, നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഒരു സാധനം കൂടി അവർ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് വെക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീറ്റർ ബോർഡ് അല്ലേ. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും അവർ നിർബന്ധിച്ച് അല്ലേ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ആ മീറ്റർ ബോർഡിനോട് ചേർന്നിട്ട് ഒരു സംവിധാനം, നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി വരുമ്പോൾ ആ വൈദ്യുതി കടന്നു വരുന്ന ഒരു സംവിധാനം കൂടി അതിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെക്കുന്നുണ്ട്. എന്താണ്? ഒന്ന് പറയും മെയിൻ സ്വിച്ച് എന്ന് പറയും. കണ്ടിട്ടുണ്ടോ നിങ്ങളത്? കണ്ടിട്ട്. അപ്പോ ആ മെയിൻ സ്വിച്ചിനോട് ഒപ്പം പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി ഉണ്ട്. ഒരു അല്ലെ, മെയിൻ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആണ് അല്ലെ, എന്നിട്ട് അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ലിവർ ഉണ്ടാവും. ഈ ലിവർ നമ്മൾ മുകളിലേക്കും താഴത്തേക്കും മാറ്റാവുന്ന വിധത്തിൽ അതിനോട് ചേർന്ന് ഒരു സാധനം, ഇങ്ങനൊരു സാധനം ഉണ്ടായി. കണ്ടിട്ടുണ്ട് അത്? ഇങ്ങനൊരു സാധനം. ഇത് ഊരിയാൽ ഇതൊരു പോഴ്സലിൻ ബ്ലോക്കിലാണ് ഇത് വെച്ചിട്ടുണ്ടാവുക. പോഴ്സലിൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ വെള്ളം തട്ടിയാലൊന്നും അതുമ്മ പിടിക്കില്ല, വെള്ളമൊന്നും പിടിക്കില്ല അതിന്. പോഴ്സലിൻ ഒരു എന്താ പറയാ, നമ്മളൊരു ഉടയുന്ന ടൈപ്പ്, പൊട്ടുന്ന ടൈപ്പ് ഒരു കട്ടയാണത്. നല്ല എന്താ പറയാ, വഴുക്കുന്ന രൂപത്തിലുള്ളത്. അതുമേല് വെള്ളം പിടിക്കില്ല, കറണ്ട് പിടിക്കില്ല. അങ്ങനത്തെ ഒരു കട്ടയുടെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് നമുക്ക് കുത്താം, അതേപോലെ വലിച്ച് ഊരിയെടുക്കാം. ഊരിയെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആകൃതി ഇങ്ങനെയായിരിക്കും. അല്ലേ? കണ്ടിട്ടില്ലേ ഇത്? ഇതെന്ത് ഈ സാധനം? ഇതെന്ത് ഈ സാധനം? പേര് പറയൂ. ഫ്യൂസ്. ഫ്യൂസ്. എന്തെന്നാ ഇതിനെ വിളിക്കുക നമ്മള്? ഫ്യൂസ് എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ അതിനെ വിളിക്കുക സേഫ്റ്റി ഫ്യൂസ്. അതിന്റെ ശരിക്കുള്ള പേര് ഇതാണ്, സേഫ്റ്റി ഫ്യൂസ് അഥവാ എന്താ, സുരക്ഷാ ഫ്യൂസ് എന്നാണ് ശരിക്കുള്ള പേര്. സുരക്ഷാ ഫ്യൂസ്. കേൾക്കണ്ട? സുരക്ഷാ ഫ്യൂസ് വളരെ പ്രധാനപ്പെട്ട ഒരു തപന ഉപകരണം അഥവാ ഹീറ്റിംഗ് ഇലക്ട്രിക് അപ്ലയൻസ് ആണ് ഫ്യൂസ് എന്ന് പറയുന്നത്. എന്താണ് ഫ്യൂസിനെ നമ്മൾ ഈ സുരക്ഷാ ഫ്യൂസ് എന്ന് വിളിക്കാനുള്ള കാരണം അറിയോ? അതന്നെ. അതായത് നമ്മള് ഈ വൈദ്യുത ഉപകരണങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ചില സമയത്ത്
അല്ലേ? നമ്മുടെ വീട്ടിൽ ചില ഉപകരണങ്ങൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ, ഇപ്പൊ മിക്സി ഓൺ ചെയ്തു, എന്നിട്ട് നമ്മൾ സ്വിച്ച് ഇട്ടു, സ്വിച്ച് ഇടുന്ന താമസം കാണാം ചിലപ്പോൾ ഈ ഫ്യൂസാ പോവും. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂസിന്റെ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തിനെ എങ്ങനെ ബന്ധിപ്പിച്ചിട്ട് നമ്മളൊരു കമ്പി കൊണ്ട് ഇങ്ങനെ കെട്ടും ഇല്ലേ? കണ്ടുണ്ടാ? തുറന്നു കണ്ടുണ്ട? അതില് ഒരു കമ്പി കൊണ്ട് നമ്മൾ അതിനെങ്ങനെ കെട്ടും. ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ കെട്ടും. നോക്കുക. അപ്പോ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ വൈദ്യുത ഉപകരണം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ടാ പോയി. അപ്പൊ എന്താ സംഭവം? നമ്മൾ പോയി നോക്കുമ്പോൾ കാണാം ഈ കമ്പി ഉരുക്കിയിട്ടുണ്ടാവും. ഈ കമ്പി ഉരുക്കിയിട്ട് കണക്ഷൻ പോയി, അതായത് സർക്യൂട്ട് കട്ടായി. അതാണ് കാരണം. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ഒരു കമ്പി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? കെട്ടും. ശരിയല്ലേ? വീണ്ടും നമ്മളൊരു കമ്പി എടുത്ത് കെട്ടും. അതേപോലത്തെ ഒരു കമ്പി എടുത്ത് വീണ്ടും കെട്ടും. വീണ്ടും പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു? മിക്സി അങ്ങോട്ട് ഓൺ ചെയ്യുന്നു. ഉടനെ തന്നെ വീണ്ടും ഫ്യൂസ് പോയി. അപ്പൊ വീണ്ടും ചെന്ന് നോക്കുമ്പോ വീണ്ടും അത് ഉരുകി. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? വീണ്ടും മിടുകൻ നിബിൻ എന്ത് ചെയ്യും? അല്ലെ, ഇവിടെ ഇപ്പൊ ഒരു കമ്പിയോടാണ് കെട്ടിയുള്ളത്. ഒരു കമ്പിക്ക് പകരം ഒരു 4-5 10 കമ്പി എടുത്താണ്ട് കൂട്ടിപ്പിരിച്ച് ഇത് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് ഒറ്റ കെട്ടാണ്, എന്നിട്ട് ഒറ്റ കുത്താണ്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് മിക്സി അങ്ങോട്ട് ഓൺ ചെയ്യും. ഇപ്രാവശ്യം ഫ്യൂസ് പോവില്ല, പകരം മിക്സി പോവും. ഫ്യൂസ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഫ്യൂസ് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇപ്രാവശ്യം പോകുന്ന സാധനം എന്തായിരിക്കും? മിക്സി ആയിരിക്കും. അപ്പോ ഏതാ ലാഭം? ഫ്യൂസ് പോണതാണോ മിക്സി പോണതാണോ? ഫ്യൂസ് പോണത് അല്ലേ? മിക്സി പോയി കഴിഞ്ഞാൽ നമുക്കത് നന്നാക്കുന്ന ആളുടെ അടുത്തേക്ക് അതായിട്ട് പിന്നെ നമ്മൾ പോകണം അല്ലേ? അതല്ലേ അവസ്ഥ അല്ലേ? ഗോഡ്ബിൻ വന്നിട്ടല്ലോ. ഗോഡ്ബിൻ എന്താ വൈകിയേ? ഉണ്ണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഈ ഫ്യൂസ് പോകുന്നതാണോ മിക്സി പോകുന്നതാണോ മെച്ചം ചോദിച്ചാൽ ഫ്യൂസ് പോണതാണ്. മനസ്സിലായല്ലോ? അപ്പൊ യഥാർത്ഥത്തിൽ ഫ്യൂസ് അവിടെ എന്താ ചെയ്തത്? ഫ്യൂസ് നമ്മളോട് പറയാതെ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ മിക്സിക്ക് എന്തോ തകരാറുണ്ട്, നിങ്ങളുടെ വീട്ടിലെ വയറിങ്ങിന് എന്തോ തകരാറുണ്ട്, നിങ്ങൾ അത് ശരിയാക്കൂ എന്ന് നമ്മളോട് പറയായിരുന്നു. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടില് മിക്സിയുടെ ഉള്ളിൽ എന്തോ ഒരു തകരാറുണ്ട്, അത് ശരിയാക്കിയില്ലെങ്കിൽ മിക്സി കേടാവും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ആര് തന്നത്? ഫ്യൂസ്. കേട്ടാ? ഇനി മിക്സി അപ്പോ നമ്മൾ തുറന്നു നോക്കുമ്പോ എന്താ സംഭവം? മിക്സി തുറന്നു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ കാണാം മിക്സിയുടെ ഉള്ളില് ചിലപ്പോ വല്ല ലീക്ക് ഉണ്ടായിട്ടുണ്ടാവും. ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മിക്സിയുടെ ഉള്ളിൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇതൊന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് വൈദ്യുതി പോകേണ്ടതെന്ന് വിചാരിച്ചോ. ചിലപ്പോ ഈ കമ്പി കഷ്ടപ്പെടുന്ന് പൊട്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ട് ചിലപ്പോ ഇത് വീണ്ടും ഇതിങ്ങനെ പൊട്ടിയിട്ട് ചിലപ്പോ ഇത് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ട് ഇങ്ങനെ പോണതിന് പകരം വേറെ വല്ല സാധനത്തിലേക്ക് പോയിണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക? വൈദ്യുതി പോകാൻ പാടില്ലാത്ത ദിക്കിലേക്ക് വൈദ്യുതി പോകുന്നു. അങ്ങനെ വരുമ്പോ ആ ഭാഗത്തേക്ക് വൈദ്യുതി എത്തിയാൽ ചിലപ്പോ ആ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ കരിഞ്ഞാ പോവും, കത്തിപ്പോവും. മനസ്സിലായ? അങ്ങനത്തെ ഒരവസ്ഥയില് അത് കത്തിപ്പോകുന്നതിന് പകരമാണ് ആര് കത്തിപ്പോയത്? ഫ്യൂസ്. ചിലപ്പോ നമ്മൾ മിക്സിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന വയറ 2 വയറാണല്ലോ പോവുക. ഈ 2 വയറ 2 ഭാഗത്ത് കൂടെ ഇങ്ങനെയാണ് പോകേണ്ടത്. ഇങ്ങനെ പോണതിന് പകരം ഇവിടെ കട്ടായിട്ട് ചിലപ്പോ ഇത് ഇങ്ങനെ വരും. അപ്പോഴും എന്ത് സംഭവിക്കും? ഇത് കത്തിപ്പോവും. അപ്പൊ അത് കത്തിപ്പോകുന്നതിന് പകരമാണ് ഫ്യൂസ് വയർ കത്തിപ്പോയത്. അതിന് തന്ന ഒരു മുന്നറിയിപ്പായിരുന്നു ഈ ഫ്യൂസ് വയർ ആദ്യം കത്തിപ്പോയത്. അപ്പോൾ ഇതൊരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ നമ്മളെ ആ മിക്സി എന്ന് പറയുന്ന വില കൂടിയ ഉപകരണം കത്തിപ്പോകുന്നതിന് പകരം നമുക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഫ്യൂസ് സ്വയം കത്തിപ്പോയി. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ നമ്മളത് കണക്കാക്കാതെ വീണ്ടും പോയിട്ട് നല്ല കനമുള്ള വയർ കൊണ്ട് എന്ത് ചെയ്തു? കെട്ടി. അപ്പൊ ഫ്യൂസ് പിന്നെ പോയില്ല, ഉരുകാൻ പോയില്ല. ഫ്യൂസ് എന്ത് ചെയ്തു? കടത്തി വിട്ടു. ഉടനടി മിക്സി പോയി. അതൊരു സാഹചര്യം. ഇനി മറ്റൊരു സാഹചര്യം, ചിലപ്പോ
നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല ചിലയിടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, ഒരു പ്ലഗ് പോയിന്റുമേ ഒരുപാട് വയറ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുത്തും. ഒരു പ്ലഗ് പോയിന്റ് അല്ലെ, കണ്ടിണ്ടാ? നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്. അതിങ്ങനെ ഒരു 3 പിൻ പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതുമ്മ വന്നിട്ട് ഒരു സാധനം കുത്തണതിന് പകരം ഒരെണ്ണം കുത്താൻ പാടുള്ളൂ. പക്ഷെ അതിന് പകരം നമ്മൾ 5-6 വയറൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുത്തും. 2-3 വയറൊക്കെ ഇങ്ങനെ പിരിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്വിച്ച് ആണ്ടിടും. ഇനി അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമൊക്കെ വാങ്ങിക്കാൻ കിട്ടും, കുറെ തേനീച്ച കൂട് പോലത്തെ ഒരു സാധനം കണ്ടിട്ടാ. കുറെ ഓട്ടകളായിട്ടുള്ളത്. അപ്പൊ അത് ഇതൊന്നും കൊണ്ടുവന്ന് കുത്തിയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവന്നിട്ട് പിന്നുകൾ ഇങ്ങനെ കുത്താം. ഒരിക്കലും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. കാരണം ഇതുമെന്ന് വൈദ്യുതി നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒരു ഉപകരണത്തിലേക്ക് എന്നുള്ള ഒരു കണക്കിലാണ് വൈദ്യുതി അതിൽ വരണത്. കാരണം അതിലേക്ക് ഇടുന്ന വയറയ്ക്ക് ഒരു കണക്കുണ്ട്. നമ്മുടെ വീട്ടിൽ വയറിങ് കൊടുക്കുമ്പോൾ ഓരോ ഭാഗത്തേക്കും കൊടുക്കുന്ന വയറെന്ന് പറഞ്ഞാൽ അതിന്റെ വണ്ണത്തിന്. കഴിഞ്ഞ ദിവസം ഞാൻ മോട്ടറിന്റെ സ്വിച്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? മോട്ടറിന്റെ സ്വിച്ച് നമ്മൾ ആംപയർ കൂടുതലുള്ള സ്വിച്ചാണ് ഇടുക, കട്ടി കൂടിയുള്ള സ്വിച്ചാണ് ഇടുക. അവിടേക്ക് വരുന്ന വയറയും അതുപോലെ തന്നെ ആയിരിക്കും. മോട്ടറിന്റെ നല്ല കനുള്ള വയറിടുക. കാരണം അവിടേക്ക് വരുന്ന വൈദ്യുതിയുടെ പ്രവാഹം അമിതമായ, അതായത് ഭയങ്കര അവിടുത്തെ ആംപയറേജ് കൂടുതലാ എന്ന് വെച്ചാൽ നല്ല തീവ്രതയില വരിക വൈദ്യുതി. മനസ്സിലായോ? ഒരു സെക്കൻഡിൽ ഒരുപാട് ഉയർന്ന അളവിലാണ് വൈദ്യുതി അവിടേക്ക് വരിക. അപ്പൊ ആ വൈദ്യുതി കടത്തിവിടാൻ പാകത്തിന് നല്ല ചാലകമാണ് നമ്മൾ അവിടേക്ക് കൊടുക്കുക, നല്ല വയറ് കൊടുക്കുക. എന്നാൽ എല്ലാ ഭാഗത്തേക്കും നമ്മൾ അങ്ങനെ ഈ വയറ് കൊടുക്കണമെന്നില്ല. ഇപ്പൊ ആരാ വന്നത്? എന്താടാ നിനക്ക് പ്രശ്നം? നിനക്ക് മാത്രമുള്ള സെർവർ? സെർവറിന്റെ അല്ലേ? മനസ്സിലായി. നോക്ക്. അപ്പോ അവിടെയൊക്കെ നമ്മൾ പറയണത് വൈദ്യുതി കടന്നു പോകാൻ ഒരു പ്രത്യേക അളവുണ്ട്. ആ അളവിനെക്കാട്ടി കൂടുതൽ ശ്രദ്ധിക്കട്ടെ. ഇപ്പൊ നമ്മൾ തേനീച്ച കൂട് പോലെ കുറെ പോയിന്റുകൾ ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മളെല്ലാതും കൂടി ഒരുമിച്ചാണ്ട് ഓൺ ചെയ്തു വെച്ചോ, എന്താ സംഭവിക്കാന്നറിയൂ? എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വിഷവും നടക്കുന്നുണ്ടാവും. ആകെ ഒരു പൂത്തിരി കത്തണ പോലെ കത്തും. ചുമരിന്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു ശബ്ദം കേൾക്കാം. എന്ത്? ചുമരിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ വലിച്ചിരിക്കുന്ന വയറൊക്കെ ചിലപ്പോൾ കത്തിപ്പോകുന്നു. ഈ ഉപകരണങ്ങളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വൈദ്യുതി അങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോ ആദ്യം ചിലപ്പോ സ്വിച്ച് പോവും, അല്ലെങ്കിൽ വയറ് പോവും. ഇത് രണ്ടും പോകാതെ ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരാളും കൂടിയാണ് ആരാ? ഫ്യൂസ്. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ വയറ് കത്തുന്നതിന് പകരം ആര് പോകുന്ന പറയണത്? നേരത്തെ പറഞ്ഞ ഫ്യൂസ്. മനസ്സിലായോ? ഫ്യൂസ് പോവും. അപ്പൊ രണ്ടാമത്തെ സാഹചര്യം കേട്ടോ. അപ്പൊ ഫ്യൂസ് നമ്മളെ രക്ഷിക്കുന്ന മറ്റൊരു സാഹചര്യമാണ് നമ്മുടെ വീട്ടിലെ വയറിങ്ങിനെ സംരക്ഷിക്കുന്നു. എങ്ങനെയാ വയറിങ്ങിനെ സംരക്ഷിക്കുന്നത്? സ്വയം കത്തിപ്പോയിട്ട് നമ്മുടെ വീട്ടിൽ കൊടുത്തിരിക്കുന്ന വയറിങ്, ആ വയറിങ്ങിനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത്. സ്വയം കത്തിപ്പോയിട്ട്. മനസ്സിലായി? ഓക്കെ. അപ്പോ അത് അങ്ങനെ സംരക്ഷിക്കുന്നു. ഇനി അതുമല്ല, ചില സമയത്ത് ശ്രദ്ധിക്കാട്ടാ, ഇനി പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ചില സമയത്ത് നമ്മൾ ചിലപ്പോ ഈ വയറിംഗ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ചിലപ്പോൾ ചെയ്യും അല്ലേ? ഒരു ബൾബ് കണക്ഷൻ കൊടുക്കുക, ഇവിടുന്ന് ഒരു ബൾബ് അങ്ങോട്ട് ഇടുക, അല്ലെങ്കിൽ ഒരു ഹോൾഡറിന്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഈ വേട്ടാളിനൊക്കെ കൂട് കൂട്ടുമ്പോൾ കുത്തിക്കളയുക, കോമ്പസ് ഒക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ കുത്തും പ്ലഗിന്റെ ഉള്ളില്. നിങ്ങൾ ചെയ്യാറുണ്ടോ? പ്ലഗിന്റെ ഉള്ളിലെ ഈ വേട്ടാളൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടച്ചിങ്ങനെ വെക്കും ചില ജീവികള്. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് കരുതി നമ്മൾ നല്ല മൂർച്ചുള്ള ഒരു കോമ്പസ് ഒക്കെ എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ആണിയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുത്തും. ചെയ്യാറുണ്ട് അങ്ങനെ? ചെയ്യാറില്ല. ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് വേണം ചെയ്യാണ്ടാ, അപ്പോഴേ വിവരം അറിയുള്ളൂ. കേട്ടാ? അപ്പോ ഇതുകൊണ്ട് നമ്മളൊരു കുത്തുമ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് അതിനെക്കാട്ടും വലിയൊരു കുത്ത് കിട്ടും. ചിലപ്പോ കുറച്ച് ദൂരത്തേക്കാണ് തെറിക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ ആള് തട്ടിപ്പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? പിറ്റേ ദിവസം നമ്മുടെ ഫോട്ടോ, ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ഇങ്ങനെ വരും പേപ്പറിൽ. പടായിട്ട്.
അങ്ങനെ പടാവാൻ നമുക്ക് തൽക്കാലം ആഗ്രഹമില്ലല്ലോ. പെട്ടെന്നൊന്നും പടാവാൻ നമുക്ക് ആഗ്രഹമില്ല. അപ്പോ അങ്ങനെ പടാവാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരാളും കൂടിയാണ് അത്ര ഫ്യൂസ്. അതായത് നമ്മളങ്ങനെ ആണെടുത്ത് കുത്തുകയോ അല്ലെങ്കിൽ അതായത് നമുക്ക് സംഭവിച്ചെന്താണെന്ന് മനസ്സിലായില്ലേ? ഷോക്ക് അല്ലേ? അതായത് ചിലപ്പോ നമ്മളങ്ങോട്ട് തെറിക്കും വീട്ടിൽ നിന്ന് അല്ലേ? ഇസ്തിരിപ്പെട്ടിയൊക്കെ ഓൺ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോ അങ്ങനെ നോക്കും, ചൂടായോ നോക്കും. ചൂടായോ നോക്കാറുണ്ടോ നിങ്ങൾ? ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്തിട്ട് അതിന്റെ അടിഭാഗത്ത് തൊട്ടോക്കാറുണ്ടോ? എന്താ ചെയ്യുക? അതെടുത്തിട്ട് നമ്മൾ തുണിമ തേച്ച് നോക്കുക. അങ്ങനെയാണ് സാധാരണ ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുക. ചില ആൾക്കാർ എന്ത് ചെയ്യും? അതുമ്മ അടിമ തൊട്ടും. ആ തൊടനോട് കൂടിയിട്ട് ആള് കാണാം പിന്നെ വീട്ടിൽ നിന്ന് ഒരു തീർക്കലാവും ചിലപ്പോ മുറ്റത്തേക്ക്. അപ്പോ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് നോക്കുക, നേരത്തെ മിക്സിയുടെ കഥ പറഞ്ഞ പോലെ ഈ വൈദ്യുതി സാധാരണ ഞാൻ അന്ന് ഇസ്തിരിപ്പെട്ടി വരച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണല്ലോ ഇസ്തിരിപ്പെട്ടി അല്ലേ? കാണാല്ലേ ഇത്? ഈ ഇസ്തിരിപ്പെട്ടിയിൽ ഇതിന്റെ ഉള്ളില് ചുരുളുകൾ ഇങ്ങനെയാണ്, ചുരുള് കണ്ട. അപ്പൊ നമ്മൾ ഇവിടേക്ക് ഒരു ഫേസും ഇവിടേക്ക് ഒരു ന്യൂട്രും വരും. കേൾക്കണ്ട? അപ്പോ ഈ ഫേസ് ലൈൻ ചിലപ്പോ ഇവിടുന്ന് കട്ടായിട്ട് ചിലപ്പോ ഇതിന്റെ അടിഭാഗം മെറ്റലാണല്ലോ, ആ മെറ്റലുമ ചിലപ്പോ തട്ടും. ചിലപ്പോ ഇവിടുന്ന് പൊട്ടിയിട്ടേ ചിലപ്പോ അത് ഇവിടെയും തട്ടിണ്ടാവുക. അപ്പൊ നമ്മൾ ചൂടുണ്ടോ നോക്കുന്ന സമയത്ത് ചിലപ്പോ ചൂടല്ല നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ 1-1.5 ചൂട് നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോ തെറിച്ചു പോകും, ചിലപ്പോ പറഞ്ഞ പോലെ പണിയും കഴിയും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ഫ്യൂസ് നമ്മളെ രക്ഷിക്കും എന്നാ പറയണത്. എങ്ങനെ രക്ഷിക്കും? സ്വയം കത്തിപ്പോകുന്നത്. അപ്പോ ഫ്യൂസിനെ എന്തുകൊണ്ട് സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കണേ എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഫ്യൂസ് എന്ന് പറയുന്നത് ഒരു നിസാര സംഗതി അല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പോ എന്തൊക്കെയാണ് ഫ്യൂസ് നമ്മൾ സംരക്ഷിക്കുന്നത്? പറഞ്ഞേ, 3 സാഹചര്യങ്ങൾ പറഞ്ഞ ഏതൊക്കെയാ? എക്യുപ്മെന്റ്സ് കേടാവാതിരിക്കാൻ. പിന്നെ രണ്ടാമത്തേത് എന്താ? വയറിങ്ങിന് പ്രോബ്ലം ഉണ്ടാവാതിരിക്കാം. പിന്നെയോ? ഞാൻ ഒന്നുകൂടി പറയാം. എക്യുപ്മെന്റ്സ് കേടാവാതിരിക്കാൻ നമ്മൾ അതിനെ പറയാ ഷോർട്ട് സർക്യൂട്ട് എന്നാ പറയാ. എന്താ? ഷോർട്ട് സർക്യൂട്ട്. എക്യുപ്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ, മിക്സിയുടെ ഉള്ളിൽ വയർ തമ്മിൽ ഇങ്ങനെ കൂട്ടി അടിക്കുക, അതാണ് ഷോർട്ട് സർക്യൂട്ട്. രണ്ടാമത്തെ പ്രോബ്ലം എന്താ പറഞ്ഞത്? നമ്മള് വയറിങ് കത്തിപ്പോവുക അല്ലെ? എപ്പോഴാ അത്? ഒരു പോയിന്റിൽ തന്നെ എല്ലാതും കൊണ്ടുപോയി കുത്തുമ്പോഴാണ് വയറിങ് കത്തിപ്പോവുക അല്ലെ? വയറ് കത്തും. അപ്പോ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഓവർലോഡിങ്. എന്താ പറയുന്ന പേര്? ഓവർലോഡിങ്. മൂന്നാമത്തെ എന്താന്ന് പറയുന്നത് നമ്മള് ഇലക്ട്രിക് ഷോക്ക്. എന്താ മൂന്നാമത്തെ കേസ്? ഇലക്ട്രിക് ഷോക്ക്. അപ്പൊ ഈ 3 സാഹചര്യങ്ങളിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വീട്ടിലെ ഒരു തപന ഉപകരണം, കൃത്യമായിട്ട് പറയുന്നു തപന ഉപകരണം അഥവാ ഹീറ്റ് അല്ലെ, ഇലക്ട്രിക് ഹീറ്റ് ഡിവൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്ലയൻസ്. അതായത് ഇവിടെ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് താപത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതാണ് ഇതിന്റെ തപന ഉപകരണം എന്ന് പറയുന്നത്. നോക്കല്ലേ നമ്മള് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ മിക്സി ആദ്യം കേടായപ്പോൾ നമ്മള് മിക്സി നോക്കണതിന് പകരം എന്ത് ചെയ്തു? ഫ്യൂസ് വയറ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചധികം കമ്പി എടുത്തിട്ട് കൂട്ടിക്കെട്ടി. ശരിക്കും അത് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ചെയ്തത്. അതായത് ഫ്യൂസ് വയറ എന്ന് പറയുന്ന സാധനം, അതിന് ഒരു പ്രത്യേക കനം ഉണ്ട്. ആ കനം അതിനേക്കാൾ അതെന്ത് ചെയ്യാൻ പാടില്ല? കനം കൂടാൻ പാടില്ല. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഫ്യൂസ് വയർ ഒരു പ്രത്യേക കനത്തിലുള്ളതാണ്. കേൾക്കണ്ട? കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വണ്ണം വല്ലാതെ കൂടാൻ പാടില്ല. വണ്ണം കൂടിയാൽ അതിന്റെ ആംബിയർ കൂടും. എന്ന് വെച്ചാൽ അതിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവ് കൂടും. ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവ് കൂടും. മനസ്സിലായില്ലേ? നമ്മൾ കുളോം എന്നൊക്കെ പറഞ്ഞില്ലേ ആ സാധനം. അത് കൂടിക്കഴിഞ്ഞാൽ, അത് കൂടാൻ പാടില്ല.
ഇവിടെ അതിന് വേണ്ടിയിട്ടാണ്, അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കമ്പി നമ്മൾ ഒരു പ്രത്യേക കനത്തിലുള്ള കമ്പി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പ്രത്യേക കനത്തിലുള്ള കമ്പിയല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഫ്യൂസ് വയർ കെട്ടാനായിട്ട് ഉപയോഗിക്കുക ചെമ്പ് കമ്പി എടുത്തിട്ടാണ് കിട്ടുക അല്ലേ അല്ലേ? പക്ഷേ സാധാരണ ഫ്യൂസ് വയർ കെട്ടാൻ ചെമ്പ് കമ്പി ഉപയോഗിക്കാൻ പാടില്ല അത്ര. ചെമ്പ് കമ്പി അല്ല അത്ര ഉപയോഗിക്കുക. അതിന് ഒരു പ്രത്യേക തരം കമ്പിയുണ്ട്. ആ കമ്പിയുടെ പ്രത്യേകത, അതിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവ് കൂടിയാൽ അത് പെട്ടെന്ന് ഉരുകും. അതാണ് അതിന്റെ പ്രത്യേകത. എന്താ കമ്പിയുടെ പ്രത്യേകത? ഫ്യൂസ് വയറിന്റെ പ്രത്യേകത കൂടുതൽ കറണ്ട് ഒഴുകിയാൽ അല്ലെ, ഐ കൂടിയാൽ, തീവ്രത കൂടിയാൽ, ഐ എന്ന് പറഞ്ഞ കറണ്ടിന്റെ ഒഴുക്കിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഐ കൂടിയാൽ, അതായത് അതിലൂടെ കടന്നു പോകുന്ന ഐക്ക് ഒരു കണക്കുണ്ട്. അതിനേക്കാൾ ഐ കൂടുതലായി കഴിഞ്ഞാൽ ഉടനെ അത് ഉരുകിപ്പോണം. ആ രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് പെട്ടെന്ന് ഉരുകുന്ന ഒരു മെറ്റീരിയൽ. എന്ത് മെറ്റീരിയൽ? ടിൻ ആൻഡ് ലെഡ്. ആ മെറ്റീരിയൽ ഉണ്ടാക്കിയുള്ളത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത്? ടിന്നും ലെഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കേൾക്കണ്ട? ടിന്നും ലെഡും. എങ്ങനെ? ടിന്നും ലഡും. ലഡു അല്ല, കേട്ടില്ലേ? ടിന്നും ലഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള വയറാണ് ഫ്യൂസ് വയർ. ഇതിനു മുൻപ് നമ്മൾ ഒരു ചാലകം ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ചാലകത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏതാ ചാലകം? നിക്രോം. അതിലേതൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്യണത്? നിക്കൽ, ക്രോമിയം, അയൺ. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നിക്രോം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ രണ്ടെണ്ണമുള്ളൂ, ടിൻ ആൻഡ് ലെഡ്. ടിന്നും ലെഡും മാത്രം മിക്സ് ചെയ്തുള്ളത്. ഇതിന്റെ പ്രത്യേകത, ഇത് പെട്ടെന്ന് ഉരുകാൻ സഹായിക്കുന്നതാണ്. ചെമ്പ് കമ്പീനും കാട്ടിയും പെട്ടെന്ന് വേഗത്തിൽ ഉരുകും. അതായത് അതിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവ് ഒരു കൃത്യമായിട്ടുള്ള അളവിലുള്ളതാണ്. അതിനേക്കാൾ കൂടിയ അളവിൽ ഒഴുകിയാൽ അപ്പം അത് ഉരുകും എന്നാ പറയുന്നത്. മനസ്സിലായോ? അതായത് തീവ്രത കൂടിയാൽ, നോക്കൂ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നിയമം വേറൊന്നുമല്ല, H = I²RT. ഏതാ ഈ നിയമം? ജൂൾസ് ലോ പ്രകാരം നോക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പിയുടെ പ്രതിരോധം R എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് കേട്ടാ. R ഫിക്സഡ് ആണ്. ഫിക്സഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക R ആണ്. R അത് കൂടാൻ പാടില്ല. അതിന്റെ റെസിസ്റ്റൻസ് അതാണ്. നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന കമ്പി 2 or 3 കമ്പികളൊക്കെ കൂടുതൽ കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ R എന്ത് ചെയ്യും? കുറയും. കേൾക്കണ്ട? R കുറയുമ്പോ അവിടെ ഈ പറഞ്ഞ പോലെ ഇന്റൻസിറ്റി കൂടും. കേൾക്കണ്ട? R കുറയുമ്പോ അതിനനുസരിച്ച് വോൾട്ടതയിൽ വ്യത്യാസം വരുന്നില്ലല്ലോ. ശ്രദ്ധിക്കണ്ട? നമ്മള് VIR, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വോൾട്ടത എന്ന് പറഞ്ഞാൽ അത് 230 വോൾട്ടതയാണ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വോൾട്ടത അതൊരിക്കലും മാറില്ല. അപ്പൊ നമ്മൾ ഈ R മാറ്റം വരുത്തിയാൽ അതിനനുസരിച്ച് ആര് കൂടും? അതായത് ഇപ്പൊ R എന്ന് പറയുന്നത് 10 എന്നുള്ളത് 5 ആക്കിയാൽ, അപ്പൊ I × R ആണല്ലോ 230. അപ്പോ ഇത് 10 ആണെങ്കിൽ ഇത് 23 ആണ്. മനസ്സിലായില്ലേ? ഇത് 10 ആവുമ്പോ 10 × 23 ആണല്ലോ 230. അപ്പൊ ഈ 10 എന്ന് പറയണത് 5 ആയി കഴിഞ്ഞാൽ 23ന്റെ ഡബിൾ ആവും. എത്രയാ? 230 ആവണമെങ്കിൽ 46. ശരിയല്ലേ? 5 36 5 23 46 ആവും. ശരിയല്ലേ? അപ്പൊ I കൂടിയാൽ എന്താ സംഭവിക്കുക? I കൂടിക്കഴിഞ്ഞാൽ അല്ലെ, അതിഗംഭീരമായിട്ടുള്ള അളവില് വൈദ്യുതി കടന്നു പോകും. അതായത് കൂടിയ അളവിൽ വൈദ്യുതി വന്നാലും അത് തടയില്ല എന്നാ പറയണത്. മനസ്സിലായ? R കുറഞ്ഞാൽ വൈദ്യുതിയുടെ അളവ് കൂടിയാലും ഈ ഫ്യൂസ് വയർ ഉരുകില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ H = I²RT അനുസരിച്ച് ഇതാ I എന്ന് പറയുന്നത് കൂടിയാൽ ഉടനെ തന്നെ താപനില കൂടും. താപം കൂടുമ്പോൾ എന്തുരുകും? ഫ്യൂസ് വയർ ഉരുകും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു പ്രത്യേക പരിധി വിട്ട് I കൂടിയാൽ, അതായത് ഈ ഫ്യൂസ് വയർ നിങ്ങൾ ഇപ്പോ ഇത് ക്ലാസ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ആ ഫ്യൂസ് ഒന്ന് ഊരിയിട്ട് ഫ്യൂസ് വയർ തൊട്ട് നോക്കട്ടാ. കണക്ഷനിലല്ല, ഫ്യൂസ് വയർ നിങ്ങൾ തൊട്ട് നോക്കുക. അത് ചൂടായി ഉണ്ടാവും. ഫ്യൂസ് വയർ ചൂടാവും സാധാരണഗതിയിൽ.
പക്ഷേ ഒരു പരിധിയിലുള്ള ചൂട് അത് സഹിക്കും. അത് പരിധി വിട്ട് കൂടുതൽ ചൂടായാൽ അപ്പം അതെന്ത് ചെയ്യും? ഉരുകും. ആ ചൂട് കൂടുന്നതിന് കാരണം ഐ കൂടുന്നത് എന്നുള്ളതാണ്. ഐ കൂടുമ്പോഴാണ് ചൂട് കൂടുക. അപ്പൊ നമ്മള് എന്താണ് ഇത്തിരി കനുള്ള വയറ് കൊണ്ട് ഇത് കെട്ടിയാലും ഉരുകണമെന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് ഉപകരണം, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് ഇത്തിരി കനുള്ള കമ്പി കൊണ്ട് ഇത് കെട്ടിയെന്ന് വിചാരിച്ചോ, കുഴപ്പമൊന്നും ഉണ്ടാവണമെന്നില്ല. സാധാരണ പ്രവർത്തിക്കുന്ന പോലെ എന്ത് ചെയ്യാം? പ്രവർത്തിക്കാം. അപ്പൊ എപ്പോഴത് ഇത് കുഴപ്പമുണ്ടാക്കുക? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുമ്പോ എന്താ സംഭവിക്കുക? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുമ്പോ ശ്രദ്ധിക്കുക, ന്യൂട്രും ഫേസും നേരിട്ട് വരിക. ഞാൻ നേരത്തെ മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫേസിന്ന് പ്ലഗ് പോയിന്റ് എടുത്തിട്ട് അതിൽ ഇത് ഇതെന്താ, ഇത് ഫേസും ഇത് ന്യൂട്രും. ഈ ഫേസിൽ നിന്ന് നേരെ ന്യൂട്രലിലേക്ക് ഒരു വയറെ കൊടുക്കുക. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കൂ. ഉടനെ എന്ത് സംഭവിക്കും? വയറ് കത്തല്ല, ഫ്യൂസ് പോവും. വീടിന്റെ ഫ്യൂസ് പോവും. ഈ വയറ് കത്തില്ല, പകരം ഇത് നല്ല ഫ്യൂസ് ആണെങ്കിൽ ആ ഫ്യൂസ് എന്ത് ചെയ്യും? അപ്പ പോവും. അതെന്താ കാരണം ചോദിച്ചാൽ, ഫേസിൽ നിന്ന് നേരെ ന്യൂട്രലിലേക്ക് പോകുമ്പോൾ, ഒരു ഉപകരണവും ഇല്ലാതെ നേരെ പോവല്ലേ, നേരെ പോകുമ്പോൾ വൈദ്യുതിയുടെ ഒഴുക്കിന് എന്ത് കൂടും? പവർ കൂടും, ശക്തി കൂടും. മനസ്സിലായ പറഞ്ഞത്? മനസ്സിലായ? പവർ, അതായത് ഒഴുക്ക് കൂടും. ഒഴുക്ക് കൂടുമ്പോൾ ഐ കൂടി. ഒഴുക്ക് കൂടുക എന്ന് പറഞ്ഞാൽ എന്ത് കൂടി എന്നർത്ഥം? ഐ കൂടി. പ്രവാഹം തീവ്രത കൂടി. തീവ്രത കൂടി എന്ന് പറഞ്ഞാൽ ഐ കൂടി. ഐ കൂടിക്കഴിഞ്ഞാൽ, ഇന്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ, ഇവിടെ കേട്ടാ, ഈ ഇക്വേഷൻ അനുസരിച്ച് ഐ കൂടിക്കഴിഞ്ഞാൽ അപ്പൊ ഹീറ്റ് കൂടി. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായ? ഐ കൂടിക്കഴിഞ്ഞാൽ, ഐ എന്ന് പറയുന്നത് ഇപ്പോ എന്താ, 23 പകരം 46 ആയാൽ, അല്ലെങ്കിൽ നോക്കുക, ഒരു ഉദാഹരണം എടുക്കുക, 10 പകരം 20 ആയാൽ എന്താ സംഭവിക്കുക? ഇവിടെ 10 പകരം 20 ആയാൽ, 10 എന്ന് പറയുമ്പോ 10 സ്ക്വയറാ, 100 20 എന്നാകുമ്പോ എത്രയും? 20 സ്ക്വയർ എത്രയാ? 400. എത്ര ഇരട്ടിയെ കൂടിയ നോക്കിയ വൈദ്യുതി? 300 കൂടുതലും എന്നോടെ. അപ്പൊ ഹീറ്റ് അത്രയും കൂടും. അതായത് ഇത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഐ എന്ന് പറയുന്നത് ഇരട്ടി ആയി കഴിഞ്ഞാൽ ഹീറ്റ് അവിടെ 4 ഇരട്ടിയാവും. കണ്ടാ, 100 400 എന്ന് പറഞ്ഞാൽ 4 ഇരട്ടിയായി. ഐ മാത്രം ഇരട്ടിയായാൽ. അപ്പോ അവിടെ ഫ്യൂസ് വയറ് ഉരുകണം. ഉരുകിയില്ല എന്നുണ്ടെങ്കിൽ പകരം എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഉപകരണത്തിനാണ് അവിടെ എന്ത് സംഭവിക്കുക? കേട് സംഭവിക്കുക. അപ്പൊ ഇവിടെ നോക്കൂട്ടാ, ഇവിടെ ഈ ന്യൂട്രും ഫേസ് കണ്ട, നേരിട്ട് നമ്മൾ നമ്മുടെ ഫേസിൽ നിന്ന് ന്യൂട്രലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഐന്റെ അളവ് കൂടും. ഇതേ സംഭവം തന്നെയാണ് ഓവർലോഡിങ് ഉണ്ടാവുമ്പോഴും സംഭവിക്കുന്നത്. ഓവർലോഡിങ് എടുക്കുമ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം കൂടി പ്രവർത്തിക്കല്ലേ, എല്ലാതും കൂടിയിട്ട് എന്ത് ചെയ്യണം? വൈദ്യുതി ഇങ്ങോട്ട് വലിക്കുക. അപ്പോഴും എന്ത് കൂടും? ഇന്റൻസിറ്റി കൂടും, ഐ കൂടും. മനസ്സിലായില്ലേ? ഇനി ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുമ്പോഴോ? എങ്ങനെ എന്താ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ, ഷോക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സാധനം ശരിക്കും? നിങ്ങൾ വൈദ്യുത ഉപകരണങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റബ്ബറിന്റെ ചെരുപ്പിടണം എന്ന് പറയാറുണ്ട്, കേട്ടണ്ട? എന്തിനത്? ഷോക്ക് അടിക്കാതിരിക്കാൻ. ഇനി ഷോക്കൊന്ന് അടിച്ചാലും നമ്മളൊന്ന് വിറയ്ക്കുള്ളൂ, തെറിച്ചു അല്ലേ? നമുക്ക് വലിയ അപകടം പറ്റില്ല. എന്താ കാരണം? നമ്മൾ ഭൂമിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വന്നാൽ അപ്പോഴാണ് ശരിക്കും ഷോക്ക് ഏൽക്കുക. ഒരാൾ ഷോക്ക് അടിച്ച് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാൻ. കേൾക്കണ്ട? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? എത്ര വേണമെങ്കിലും ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും കൊടുക്കാനും കഴിവുള്ള ഇലക്ട്രോൺ ബാങ്ക് ആണ് ആര്? ഭൂമി. അപ്പൊ അങ്ങനെയുള്ള ആ ഇലക്ട്രോൺ ബാങ്ക്, അങ്ങനെയുള്ള ഭൂമിയുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വരുമ്പോ ശ്രദ്ധിക്കുക, നമ്മളിലൂടെ വൈദ്യുതി വളരെ വേഗത്തിൽ എന്ത് ചെയ്യും? ഭൂമി പിടിച്ചു വലിച്ചെടുക്കും. അതേപോലെ നമ്മുടെ ശരീരോധേട്ടാ വൈദ്യുതി, ജീവനുള്ള ജീവികളുടെ ശരീരോധേട്ടാ ശ്രദ്ധിക്കുക, ജീവികളുടെ ശരീരോധ വൈദ്യുതി നന്നായിട്ട് എന്ത് ചെയ്യും? നല്ല കണ്ടക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി നന്നായി വലിച്ചെടുക്കും നമ്മുടെ ശരീരോധ.
അപ്പൊ നമ്മുടെ ഷോക്ക് ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്തിന്റെ അളവ് കൂടുക, ഇലക്ട്രിക് കറന്റിന്റെ അളവ് കൂടുകയാണ്. കറന്റ് കൂടുതൽ അമിതമായിട്ട് പ്രവഹിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഷോക്ക്. അത് ഭൂമിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വൈദ്യുത പ്രവാഹത്തിന്റെ അളവ് എന്ത് ചെയ്യും, കൂടും. മനസ്സിലാവുണ്ടാ പറയണത്? മനസ്സിലാവുണ്ടാ? ആ അപ്പോ ആ തീവ്രത കൂടുമ്പോൾ, തീവ്രത എന്ന് പറഞ്ഞാൽ ഐ കൂടുമ്പോൾ, അതായത് ഈ 3 സാഹചര്യത്തിൽ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. ഏത് 3 സാഹചര്യം? ഷോർട്ട് സർക്യൂട്ട് ആയാലും ഓവർലോഡിങ് ആയാലും ഇലക്ട്രിക് ഷോക്ക് ആയാലും അവിടെ 3 സാഹചര്യത്തിൽ സംഭവിക്കുന്നത് ഐയുടെ അളവ് കൂടുകയാണ്. ഐയുടെ അളവ് കൂടുമ്പോൾ നോക്കുക, നമ്മൾ ഫ്യൂസ് വയറിന് ഒരു കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിലാണ് ഫ്യൂസ് വയർ എങ്കിൽ ഐയുടെ അളവ് സഹിക്കാൻ പറ്റില്ല ഫ്യൂസ് വയറിന്. മനസ്സിലായില്ലേ? ഫ്യൂസ് വയർ കൃത്യമായിട്ടുള്ള, നമ്മൾ പറഞ്ഞില്ലേ കനം കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, 2-3 കമ്പി ഒന്നും കെട്ടാൻ പാടില്ല. 2-3 കമ്പി കെട്ടുമ്പോൾ എന്താ സംഭവിക്കുക, ആ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ അതിന് എത്ര വേണമെങ്കിലും അതിനെന്ത് ചെയ്യാം, കടത്തിവിടാൻ പറ്റും. ഐയുടെ അളവ് എത്രയായാലും കുഴപ്പമില്ല, അത് കടന്നു പോകും. മനസ്സിലായില്ലേ? അങ്ങനെ ഐയുടെ അളവ്, അപ്പൊ അത് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്യൂസ് വയർ കത്തില്ല, പകരം ആര് കത്തും, ഉപകരണം കത്തും. മനസ്സിലായ? അതായത് 6 കുറയുമ്പോൾ, ശ്രദ്ധിക്കുക, 6 കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും താപനില അത്ര 6 കുറയാത്ത താപനില വരില്ല. മനസ്സിലാവുണ്ടോ പറയണത്? മനസ്സിലാവുണ്ടോ? ഇവിടെ ഐ കൂടുന്നു, ഒപ്പം എന്താണ്, 6 കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക, ഐ കൂടുമ്പോ അപ്പോഴേ ഫ്യൂസ് വയർ എന്ത് ചെയ്യും, ഫ്യൂസ് വയർ എന്ത് ചെയ്യില്ല, കത്തില്ല. അതേസമയം 6 അതേ നിരക്ക് തന്നെയാണെങ്കിൽ, 6 കൂടുതലും ഐയും കൂടുതലാണെങ്കിൽ താപത്തിന്റെ അളവ്, ഗംഭീരമായിട്ടുള്ള താപത്തിന്റെ അളവായിരിക്കും. അത് ഫ്യൂസ് വയറിന് താങ്ങാൻ പറ്റില്ല. ഫ്യൂസ് വയർ എന്ത് ചെയ്യും, ഉരുക്കിപ്പോവും, കത്തിപ്പോവും. പറഞ്ഞു മനസ്സിലായ? ഈ ഇക്വേഷൻ പറഞ്ഞൊന്നുകൂടി പറയണം. അത് ഇക്വേഷന്റെ ഭാഗം ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ എന്നൊന്നും പറയാം. എന്താ ക്ലിയർ ആയില്ല? H is equal to എന്ന് പറയുന്ന ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് ഫ്യൂസ് വയർ ശരിക്കും പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐയോ ആറോ ടിയോ കൂടിയാൽ അപ്പൊ ഹീറ്റ് കൂടുന്നല്ല അർത്ഥം. അപ്പൊ ഫ്യൂസ് വയറിന് കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധമുണ്ട്. ആ പ്രതിരോധത്തിൽ തന്നെ അത് സ്ഥിതി ചെയ്യുമ്പോൾ, അതായത് ഫ്യൂസ് വയർ ഇപ്പോ നമ്മൾ പറയണം അതിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 10 ഇൻറ്റു നമ്മൾ ടൈം വേണമെങ്കിൽ 1 സെക്കൻഡ് എടുത്തോ. അപ്പൊ ഐ എന്ന് പറയുന്നത് 1 സെക്കൻഡ്, ഐ എന്ന് പറയുന്നത് 5 ആംപെയർ ആണെന്ന് വിചാരിച്ചു. അപ്പൊ 5 എത്രയാ, എത്ര വരും? 5 25 ഇൻറ്റു 10 എത്ര? 250 ജൂളാണ് ഇവിടെ വരണം അല്ലെ, ഹീറ്റ്. എന്നാൽ 6 അതേപോലെ നിൽക്കുന്നതാണെന്ന് വിചാരിച്ചു. 6 10 തന്നെ, സെക്കൻഡ് ഒന്നെടുത്തു. ഈ 5 എന്ന് പറയുന്നത് ഇരട്ടിയായി, അതായത് 10 ആയി വിചാരിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? 10 100 ഇൻറ്റു എത്ര വരും? 1000 ജൂൾ. അപ്പൊ ഹീറ്റ് കണ്ട 4 ഇരട്ടിയായി. ഉടനടി എന്ത് സംഭവിക്കും? ഫ്യൂസ് വയർ കത്തിപ്പോവും. നേരെ മറിച്ച് 6 നമ്മൾ നോക്കുക, ഒരു കമ്പിക്ക് പകരം 2 കമ്പി ഇട്ട് കെട്ടി. ഇതിപ്പോ ഒരു കമ്പി കെട്ടിയപ്പോഴാണ് കേട്ടാ. 2 കമ്പി ഇട്ട് കെട്ടുമ്പോ നോക്കുക, പാരലൽ കണക്ഷൻ ആണത്. മനസ്സിലായില്ലേ? ഒരു കമ്പിക്ക് പകരം 2 കമ്പി ഇടുമ്പോ പാരലൽ ആയില്ലേ? അപ്പൊ അതിന്റെ 6 എന്ത് സംഭവിക്കും? 6 എന്ന് പറയുന്നത് എന്താ വരിക? പാരലൽ കണക്ഷൻ ആകുമ്പോ ഇത് 6 ഓം, ഇത് 6 ഓം. പാരലൽ കണക്ഷൻ കൊടുത്താൽ എത്ര ഓം ആവും? അതൊന്നും പറയണ്ട, നേരിട്ട് പറയും. ഇത് സോറി, ഇത് 10 ഓം, ഇത് 10 ഓം. അപ്പൊ 6 എത്രയും? 5 ഓം. അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരലാവുമ്പോ നേരെ പകുതിയാവും. 2 ഒരേ ഓം ആണെങ്കിൽ പകുതിയാവും. അപ്പൊ പകുതിയാവുമ്പോ എന്താ സംഭവിക്കുമെന്ന് നോക്കിയേ ഇതാട്ടാ. 10 ഇൻറ്റു 10 ഇൻറ്റു എത്ര വരിക? 5. അപ്പൊ 10 100 ഇൻറ്റു എത്ര? 500. കണ്ട, 500 ജൂൾ. സംഗതി 250 കാട്ടി ഇത് കൂടുതലാണെങ്കിലും ഉരുകാനുള്ള സാധ്യത ഇതിന്റെ അത്രയ്ക്കുണ്ടാ? ഇല്ല, ഒന്ന് കുറഞ്ഞു. കണ്ട, അതാണ് നമ്മൾ കൂടുതൽ കമ്പിട്ട് കെട്ടിയാലുണ്ടാകുന്ന കുഴപ്പം. മൊത്തം അപ്പൊ അല്ല, കൂടുതൽ കമ്പിട്ട് കെട്ടിയാൽ ഫ്യൂസ് ഉരുകില്ല, പകരം എവിടെ ഉരുക്കും? ഉപകരണം ഉരുക്കും. കാരണം എന്താ ചോദിച്ചാൽ ഫ്യൂസിന്റെ അപ്പോ ആംപെയറേജ് അവിടെ എന്ത് ചെയ്തു?
എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 2-3 കമ്പിയൊക്കെ ഇടുമ്പോൾ അവിടെ ആ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യണം. മനസ്സിലായോ? അപ്പോ ഒറ്റ കമ്പിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ കമ്പിക്ക് കൃത്യമായിട്ടുള്ള ഒരു ആംബിയറേജ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഫ്യൂസ് വയർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് ഒരു കൃത്യമായിട്ടുള്ള ആംബിയറേജ്, അതായത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ എന്താണ് ആംബിയറേജ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് ഓരോ ഉപകരണങ്ങൾക്കും ഓരോ ആംബിയറാ, ഓരോ തര. നിങ്ങളുടെ വീട്ടിൽ തന്നെ മൊത്തം വലിയ ഫ്യൂസാണ് ഞാൻ ആദ്യം വരച്ചത്. വീട്ടിലേക്ക് വരുന്ന മൊത്തം വൈദ്യുതിയുടെ ആംബിയർ അല്ല, ഓരോ റൂമിലേക്കും ചിലപ്പോൾ പ്രത്യേകം ഫ്യൂസ് ഉണ്ടാവും. ഇപ്പൊ അതിന് പകരം നമ്മൾ ELCB എന്ന് പറയുന്ന ഒരു ഉപകരണം അല്ലേ, ഇങ്ങനെ ഒരു ലോക്ക് ഇങ്ങനെ വീണത് അല്ലേ, നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അത് ഓരോ റൂമിലേക്കുള്ള വൈദ്യുതി സെപ്പറേറ്റ് അതിന് ഓരോ കുറ്റികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ അവിടേക്ക് എന്ത് വരില്ല, ഇലക്ട്രിക് സപ്ലൈ ഉണ്ടാവില്ല. പണ്ട് അങ്ങനെയുള്ള സാധനത്തിന് പകരം പ്രത്യേകം ഫ്യൂസുകളാണ് ഓരോ റൂമിലേക്കും. മനസ്സിലായ? അപ്പോ നമ്മുടെ മെയിൻ ഫ്യൂസ് പോലെയാവില്ല ഇത്. ഇതിന് ഒന്നുകൂടി എന്ത് കുറയാം, അതിന്റെ ആംബിയറേജ് വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മൾ എന്ത് ഉപകരണമാണ്, ഇപ്പൊ നമ്മൾ രണ്ട് ആംബിയറിന്റെ ഒരു ഉപകരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഉപകരണത്തിലേക്ക് കൊടുക്കുന്ന ഫ്യൂസ് എത്രയാ, 2 ആംബിയർ ആവാൻ പാടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ കൊടുത്താൽ എന്താ സംഭവിക്കുക, കൂടുതൽ വൈദ്യുതി വരുമ്പോൾ ഈ ഫ്യൂസ് പ്രവർത്തിക്കില്ല, പകരം ആ ഉപകരണം കത്തിപ്പോവും. മനസ്സിലായ? നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, മോട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന സ്വിച്ച് അത് അല്ലേ ആംബിയർ 32 ആംബിയർ ഒക്കെ ഉണ്ട്. 32 ആംബിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വൈദ്യുതി. അപ്പൊ അവിടെ സാധാരണ സ്വിച്ച് വെച്ചാൽ എന്താ സംഭവിക്കുക, ആ ഫ്യൂസ് സ്വിച്ച് എന്ത് ചെയ്യും, മുരുകി പോവും. ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാ? അത് തന്നെയാണ് ഇവിടെ പറയണത്. അപ്പോൾ അവിടെ സ്വിച്ചിന് പകരം ഫ്യൂസ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ മോട്ടറിലേക്കുള്ള ഫ്യൂസ് നമ്മൾ വെക്കുമ്പോൾ അത് 32 ആംബിയറിന്റെ ആവണം. ചെറിയ ആംബിയറിന്റെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് ഉരുകിപ്പോവും. അത് ഫ്യൂസ് കെട്ടാൻ തന്നെ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ വേറെ ഇപ്പൊ ഒരു സാധാരണ ഒരു മിക്സിയിലേക്കുള്ള സ്വിച്ച് ആണെന്ന് വിചാരിച്ചോ, അവിടെ നമ്മൾ 32 ആംബിയർ വെച്ചാൽ അത് മിക്സി കേടാവും ചിലപ്പോൾ. കാരണം ഉയർന്ന അളവിൽ വൈദ്യുതി വന്നാൽ മിക്സി കത്തിപ്പോവും, ഈ സ്വിച്ച് പ്രവർത്തിക്കില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. എന്തിനെ കുറിച്ചാ, നമ്മുടെ ഫ്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്കതൊന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് കിടക്കാം കേട്ടോ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ ഇത് ഭാഗം നോക്കാട്ടോ നമുക്ക്. സേഫ്റ്റി ഫ്യൂസ് എന്താ അത്? സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ്, ഇറ്റ് വർക്ക് ഓൺ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. കണ്ടില്ലേ? അതിന്റെ ഫ്യൂസ് വയർ ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. അതിന്റെ അലോയ് ആണ് ടിന്നും ലെഡ്. മെയിൻ പാർട്ട് ഓഫ് സേഫ്റ്റി ഫ്യൂസ് കേട്ടാ. ഫ്യൂസ് വയർ ഹാസ് റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഫ്യൂസ് വയറിന്റെ പ്രത്യേകത എന്താ? മെൽറ്റിംഗ് പോയിന്റ് വളരെ ചെറുതാണ്, ദ്രവണാങ്കം ചെറുതാണ്. ദ്രവണാങ്കം ചെറുതായാലാണ് അത് ഉരുകുള്ളൂ, അല്ലെങ്കിൽ ഉരുകില്ല. ഈച്ച് സർക്യൂട്ട് ദ ഫ്യൂസ് വയർ ഷുഡ് ബി യൂസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഓരോ സർക്യൂട്ടിനും എത്ര കറണ്ട് ആണോ ആവശ്യമുള്ളത് അത്രയാണ് അതിലൂടെ കടന്നു പോകാൻ പാടുള്ളൂ. അതിനനുസരിച്ചുള്ള ഫ്യൂസ് ആവണം. അതായത് അതിന്റെ ആംബിയറേജ് ഉണ്ട്. ആ കറണ്ട് പോകുന്ന അളവിനനുസരിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഫ്യൂസ് വയറിന്, നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് ചോദിക്കും ഒരു ഫ്യൂസ് വയർ വേണമല്ലോ എന്ന് ചോദിച്ചാൽ ആ കടക്കാരെ നമ്മളോട് ചോദിക്കും എത്ര ആംബിയറിന്റെയാണ് വേണ്ടതെന്നാണ് ചോദിക്കുക. മനസ്സിലായോ? അപ്പൊ സാധാരണ ആംബിയർ നമ്മൾ പറയുമ്പോൾ 1.5, 1, 1.5, 2, 2.5 അങ്ങനെയാണ് വരിക. പിന്നെ അതിന്റെ ഇടയിൽ വരില്ല. മിക്കവാറും ഈ അരക്കണക്കും വരാറില്ല. 1, 2, 3 അങ്ങനെയാണ് പോവാറ് കേട്ടാ. അപ്പോ നോക്കുക, ഇവിടെ ചോദ്യങ്ങൾ. വിച്ച് ആർ ദ സർക്യൂംസ്റ്റാൻസസ് ദാറ്റ് കോസ് ഹൈ ഇലക്ട്രിക് കറന്റ്? ഹൈ ഇലക്ട്രിക് കറന്റ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ? ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു. ഏതൊക്കെ സാഹചര്യങ്ങളൊന്ന് പറഞ്ഞേ. ഇലക്ട്രിക് ഷോക്ക്. 3 സാഹചര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇനി യു നോ അക്കോർഡിംഗ് ടു ഹൗ ഈസ് ദ ഫ്യൂസ് വയർ കണക്റ്റഡ് ടു സർക്യൂട്ട്? എങ്ങനെയാണ് സർക്യൂട്ടിലേക്ക് ഇത് കണക്ട് ചെയ്യുക? സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ?
സീരീസ് അല്ലേ? എങ്ങനെയാ അത് കണക്ട് ചെയ്യുക? സീരീസ് ആയിട്ടാണ്. എന്താ സീരീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇതാ ഇത് AC ഇങ്ങനെ വരച്ചതാ, ഇത് ബൾബ്. അപ്പൊ ഇതിൽ നമ്മൾ ഫ്യൂസ് വെക്കുമ്പോ എങ്ങനെ വെക്കണം? ഫ്യൂസ് വെക്കുമ്പോ ഇതാ സ്വിച്ച് വെക്കുന്നത് പോലെയാണ് ഫ്യൂസും വെക്കുക. കേൾക്കണ്ട? സ്വിച്ച് വെക്കുന്നത് പോലെ ഇതിന്റെ ഒരു ഭാഗത്ത് കണ്ട, ഏതാണോ ഫേസുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാധനമാണ് ഫ്യൂസ്. ഫേസിലാണ് വെക്കുക ഫ്യൂസ് കേട്ടാ. എവിടെ വെക്കുക? നമ്മള് ഫേസിലാണ് വെക്കുക. അത് നമ്മൾ വേറൊരു ചാപ്റ്ററിൽ വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് പറയാം. ഫേസിലാണ് ഫ്യൂസ് വെക്കുക, ഫേസ് കണക്ഷനിൽ. എന്താ കാരണം എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ഇനി you know that according to Joule's law, more heat will be produced when electric current is increased. കേട്ടാ, ഇലക്ട്രിക് കറണ്ട് കൂടുമ്പോൾ ജൂൾസ് ലോ പ്രകാരം എന്ത് സംഭവിക്കും? കൂടുതൽ താപം ഉണ്ടാകും. വാട്ട് ഹാപ്പൻ ടു ദ ഫ്യൂസ് ഫയർ ഡ്യൂ ടു ദിസ്? അത് സംഭവിക്കുമ്പോൾ ഫ്യൂസ് ഫയറിന് എന്ത് സംഭവിക്കും? പറയും മെൽറ്റ് ആവും അല്ലെ, ഉരുകും. when heat is generated, why does fuse wire melt? എന്താണ് ആ ഫ്യൂസ് വയർ ഉരുകാനുള്ള കാരണം? ഹീറ്റ് ഉണ്ടാകുമ്പോൾ ലോ മെൽറ്റിംഗ് പോയിന്റ്. എന്താ കാരണം? ലോ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് ചൂട് കൂടിയാൽ അപ്പോൾ ഉരുകും. പിന്നെ when fuse wire melt, the circuit is broken. What happened to current in circuit? ഫ്യൂസ് വയർ മെൽറ്റ് ആവുമ്പോൾ സർക്യൂട്ട് ബ്രേക്ക് ആയി. സർക്യൂട്ട് അപ്പൊ കറണ്ട് വരലിൽ നിന്നു. അപ്പൊ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ഉപകരണങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്നർത്ഥം. ഇനി എന്തുകൊണ്ടപ്പോ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നു? അതിന്റെ കാരണം മനസ്സിലായല്ലോ. ഇനി നോക്കാം, ഇവിടെ കൃത്യമായിട്ട് പറയാം. ഡ്യൂറിംഗ് ദ എൻറ്റയർ ടൈം ഓഫ് പാസിംഗ് കറണ്ട് ത്രൂ എ സർക്യൂട്ട്, സ്മോൾ എമൗണ്ട് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ഫ്യൂസ് വയർ. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഫ്യൂസ് വയറിൽ ചൂടുണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ ഹീറ്റ് പുറത്തേക്ക് വിടുകയാണത്, അതുകൊണ്ട് അത് ഉരുകില്ല. മനസ്സിലായോ? പക്ഷേ ഇവിടെ നോക്കുക, അടുത്ത വരിയിൽ നോക്കിയ when current that flows into circuit exceeds the permissible limit. പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂസ് വയറിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനേക്കാൾ കൂടിയാൽ എന്ത് സംഭവിക്കും? ദ ഹീറ്റ് ജനറേറ്റഡ് ബിക്കം എക്സസീവ്. ഉണ്ടാകുന്ന ഹീറ്റിന്റെ അളവ് കൂടുതലാവും. സിൻസ് മോർ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ദ യൂണിറ്റ് ടൈം ദാൻ ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ദ ഫ്യൂസ് വയർ മെൽറ്റ്. അതായത് ഒരു സമയത്ത്, നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ അല്ലെ 10 ജൂൾ ഉണ്ടാവുന്നതിന് പകരം 20 ജൂളായാൽ അപ്പം അത് ഉരുകും എന്നാ പറയുന്നത്. മനസ്സിലായി? ഒരു പെർമിസിബിൾ എന്ന് പറയുന്നത് 10 ആണ്, പക്ഷെ അവിടെ ഉണ്ടായത് 20 വിചാരിച്ചു. അത് അതേ സമയത്തിന് മാറ്റില്ല, ഒരു സെക്കൻഡിൽ തന്നെ. 1 സെക്കൻഡ് 2 സെക്കൻഡ് ആയാൽ ഉരുകണമെന്നില്ല കേട്ടാ, ടൈം അതന്നെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്ത് സംഭവിക്കും? ഈ വയറ് മെൽട്ടാവും. അപ്പോ ഓക്കെ. ഇനി ഈ കറണ്ട് പാസിംഗ് ത്രൂ ഡിഫറെന്റ് സർക്യൂട്ട് സെയിം. ഓരോ സർക്യൂട്ടിലൂടെയും കടന്നു പോകുന്ന കറണ്ട് സെയിം ആണോ? ഞാൻ നേരത്തെ പറഞ്ഞു, മിക്സിയിലേക്ക് പോകേണ്ട കറണ്ട് ആണോ നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ മെയിലേക്ക് പോണത്? അല്ല. അപ്പൊ അത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഹെൻസ് ഫ്യൂസ് വയർ ഓഫ് അപ്രോപ്രിയേറ്റ് ആംബിയറേജ് ഷുഡ് ബി സെലക്ടഡ്. അപ്പോൾ ഓരോന്നിലേക്ക് നമ്മൾ ഫ്യൂസ് വയർ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ആ ആംബിയറേജ് എടുത്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. മിക്സിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ 1.5 ആംബിയറിന്റെ അല്ലെങ്കിൽ 1 ആംബിയറിന്റെ ഒക്കെയാണ് നമ്മൾ എടുക്കുക. പക്ഷെ മോട്ടറിലേക്ക് എടുക്കുമ്പോൾ 32 ആംബിയറിന്റെയാണ് നമ്മൾ എടുക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ 16 ആംബിയർ. അങ്ങനെ ഓരോ മോട്ടറിനും ഓരോ കണക്കുണ്ട്. ഓക്കെ. ഇനി ഫ്യൂസ് വയർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ends of fuse wire must be connected firmly at appropriate point. ഫ്യൂസ് വയർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്യൂസ് വയർ കുത്തുന്ന ആ ബ്ലോക്കിനെ പോഴ്സലിൻ ബ്ലോക്ക് എന്ന് പറയും. ഇതാ ഞാൻ ഇവിടെ വരച്ചു, കണ്ടില്ലേ? നമ്മൾ ഫ്യൂസ് വയർ കെട്ടുമ്പോഴേ ചില ആൾക്കാർ ഫ്യൂസ് വയർ കെട്ടുമ്പോൾ ഒരു തുമ്പൊക്കെ പുറത്തേക്ക് ചിലപ്പോൾ നിൽക്കും. കമ്പി കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടേ ഇത് കുത്തുമ്പോൾ ഒരു കമ്പി കഷ്ണം കാണാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവിക്കുക? ആ കമ്പി കഷ്ണം പുറത്തേക്ക് നിൽക്കുകയാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കുത്തുകയാണ്. എന്താ സംഭവിക്കുക? ഒരു ചെറിയൊരു കുളിരും വിറയലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് അകലെ പോയി കിടക്കണ്ടാവും. അതിന് ശേഷം ഫ്യൂസ് കുത്തിയത് നമുക്ക് നാട്ടുകാരൊക്കെ ഫ്യൂസ് കുത്തി എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? അതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്യൂസ് വയർ കെട്ടുമ്പോൾ അതിലൊരു ഭാഗവും പുറത്ത് വരാത്ത വിധത്തിൽ ഉള്ളിൽ തന്നെ തിക്കി വെക്കണം നമ്മൾ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഷോക്ക്. ഫ്യൂസ് വയർ ഷുഡ് ബി നോട്ട് പ്രൊജക്ട് ഓഫ് കാരിയർ ബേസ്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ
ലാസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ അത് അനുയോജ്യമായ ആംബിയറേജിലുള്ള ഫ്യൂസ് ഫയർ നമ്മൾ ഉപയോഗിക്കണം. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫ്യൂസ് ഫയറിന് നമ്മൾ കൊടുക്കുന്ന ആംബിയറേജ് ഉണ്ടല്ലോ, അത് എടുക്കുന്ന ആംബിയറേജ് അത് കൃത്യമായിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് പവറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഒരു മിനിറ്റ് നോക്കൂ. സാധാരണ ഇലക്ട്രിക് ഉപകരണങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതുമേ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ബൾബ് മേടിക്കുമ്പോൾ അതുമേ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഒന്ന് 230V, പിന്നെ കാണാം 5W അല്ലെങ്കിൽ 9W. മിക്കവാറും നിങ്ങളുടെ വീട്ടിലുള്ള ബൾബുമിലൊക്കെ 9W ആണ് ഉണ്ടാവുക. ഇതെന്താണ് ഈ വിയും എന്താണ് ഈ W? അല്ലെ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൾബിന് കണ്ട എന്താ 230V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വൈദ്യുതി ഉണ്ടല്ലോ, ആ വൈദ്യുതിയുടെ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 ആവണം. 230 ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബൾബ് കത്തുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ഒരു ബൾബ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ബാറ്ററി എടുത്തിട്ട് ആ ബൾബിൽ നിന്ന് 2 കണക്ഷൻ ആ ബാറ്ററി മേലേക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബൾബ് എന്ത് ചെയ്യില്ല? കത്തുവോ? കത്തില്ല അല്ലേ? ടോർച്ചിന്റെ ബൾബൊക്കെ ആണെങ്കിൽ കത്തും. വലിയ ബൾബ് കത്തുവോ? കാരണം ആ ബാറ്ററിയുടെ വോൾട്ട് എന്ന് പറയുന്നത്, ബാറ്ററിയുമ്പോൾ മിക്കവാറും എല്ലാ ബാറ്ററിയുമ്പോൾ ഉണ്ടാവുക 6 വോൾട്ട് ഒക്കെ ഉണ്ടാവുക. 6, 12 ഒക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. നോക്കിയിട്ടുണ്ടോ നിങ്ങള്? അപ്പോ ബൾബ് കത്തണമെങ്കിൽ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ LED ബൾബുകൾ കത്തണമെങ്കിൽ അതിന് 230 വോൾട്ട് തന്നെ വേണം. നമ്മുടെ ഇന്ത്യയിൽ എല്ലാ വീട്ടിലും ഗവൺമെന്റ് കൊടുക്കുന്ന വൈദ്യുതി 230 വോൾട്ടിലുള്ളതാണ്, വീടുകളിൽ കൊടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു വയറേയും മറ്റേ വയറേയും നമ്മൾ വോൾട്ട് മീറ്റർ വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്താൽ വോൾട്ട് മീറ്ററിൽ ഇങ്ങനെ കാണിക്കുന്നത്. വോൾട്ട് മീറ്റർ എന്താണെന്ന് അറിയില്ലേ? വോൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മീറ്ററാണ് എന്ത്? വോൾട്ട് മീറ്റർ. ഈ വോൾട്ട് മീറ്ററിന് ഇങ്ങനെ 2 എൻഡ് ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഒരു ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാറ്ററിയുടെ 2 അറ്റത്ത് ഇങ്ങനെ വെച്ചാൽ ബാറ്ററിയുടെ വോൾട്ട് അത് അതിലിങ്ങനെ കാണിക്കും. അതുപോലെ നമ്മുടെ വീട്ടില് ന്യൂട്രൽ ബേസ് ഉണ്ടല്ലോ, നേരത്തെ പ്ലഗ് ഒന്നും കൂടി വരയ്ക്കാം. ആ പ്ലഗിൽ ഒരു എൻഡ് ഇവിടെയും ഒരെണ്ണം ഇവിടെയും വെച്ചു. എന്നിട്ട് വോൾട്ട് മീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ട് മീറ്റർ ഇങ്ങനെ വന്ന് നിൽക്കും. എത്രയില്? 230 വന്ന് നിൽക്കും. മനസ്സിലായോ? അതിപ്പോ എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. 230 വോൾട്ടാണ്. അതാണ് ഇന്ത്യയിൽ വാങ്ങിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും ഉണ്ടായിരിക്കുക. 230 വോൾട്ട് ഉണ്ടായിരിക്കും എല്ലാ ഉപകരണങ്ങളും, കറണ്ടുമ്മ പ്രവർത്തിപ്പിക്കുന്നതാണെങ്കിൽ. മൊബൈലിനൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അത് വോൾട്ട് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ അടിയിൽ കാണുന്ന സാധനമാണ് 9W. എന്താണത് ഈ 9W? അത് ബൾബിന് 9W. ഫാൻ ആണെങ്കിൽ 60W എന്നാണ് ഉണ്ടാവുക. ഇസ്തിരിപ്പെട്ടി ആണെങ്കിലോ, ഇസ്തിരിപ്പെട്ടിമേ ചിലതുമ്മ കാണാം 500W. ചിലപ്പോ 600, ചിലപ്പോ 1000, 1000ന്റെ ഒക്കെ ഉണ്ട്. 1000W ഉള്ളതൊക്കെ ഉണ്ട്. 1000W. നമ്മള് മോട്ടർമ പോയി നോക്കി നോക്കാം. മോട്ടർമ കാണാൻ 1500W എങ്കിലും മിനിമം ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ W കൂടുന്ന സാധനങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് പ്രവർത്തിപ്പിക്കുക. എന്താ കാരണം? എന്തായിരിക്കും കാരണം? ഒന്ന് പറഞ്ഞു നോക്കിയേ. W കൂടുന്തോറും പവർ കൂടും, കറണ്ട് ബില്ല് കൂടും. കറണ്ട് കൂടും, കൂടുതൽ കറണ്ട് എടുക്കും, കറണ്ട് ബില്ല് കൂടും. അപ്പൊ അതുകൊണ്ട് അത്തരം സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാം. അപ്പോ ഈ W എന്ന് പറയുന്ന സാധനമാണ് പവർ. അതായത് എന്താണ് ശരിക്കും പവർ എന്ന് ചോദിച്ചാൽ അത് W/T ആണ്. അപ്പോ നേരത്തെ പറഞ്ഞു W ആണെന്ന്, ഇതാ ഇപ്പൊ പറയുന്നു W/T ആണ്. അപ്പൊ അതെന്താ ഈ 2W ഒന്നാണോ? അല്ല. അതായത് ഈ W എന്ന് പറഞ്ഞാൽ അത് വർക്കാണ്. ഇവിടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ആണ്. അപ്പൊ ഹീറ്റ്/T ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാട്ടാ, അത് കാരണം ഞാൻ ഇനി പറയുന്നില്ല. ഹീറ്റ് എന്ന് പറഞ്ഞാൽ I² RT/T ആണ്. അപ്പൊ ടിയും ടിയും വെട്ടിപ്പോയി. അപ്പൊ P എന്ന് പറഞ്ഞാൽ ശരിക്കും I² R. അപ്പോ ഒരു വൈദ്യുത ഉപകരണത്തിന്റെ
വൈദ്യുതി കടത്തിവിടുന്നത് തീവ്രത, വൈദ്യുത പ്രവാഹ തീവ്രത 10 വിചാരിക്കും. അപ്പൊ 10 × 10, അതായത് എത്രയാ? I എന്ന് പറയണത് 10, R എന്ന് പറയണത് എത്രയാ? ഒരു 5 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇൻറ്റു എത്രയാ? 5. അപ്പൊ P എത്രയായി? P എത്രയും ചോദിച്ചാൽ 10 × 10 100, 100 × 5 500, 500 W. അപ്പൊ ഇത് ഏത് ഈ W? ആ W എന്ന് പറയുന്നത് ഒരു മിനിറ്റ് 500 W അല്ല, സോറി ട്ടാ, അത് എത്രയാ? 500 W തന്നെ വരും. ഒരു മിനിറ്റ് ട്ടാ, നോക്ക് എന്താണ് 500 ജൂൾ. കേൾക്കണ്ട എന്താ പറയാ നമ്മള്? ഒരു മിനിറ്റ് നോട്ടെ, ഒരു മിനിറ്റ്. 500 ജൂൾ എന്ന് പറയാം. അതായത് ഈ 500 ജൂൾ എന്ന് പറയുന്നത് പെർ സെക്കൻഡിലാണത്. എന്തിനാ? കാരണം നമ്മൾ ടീനെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലേ? ശരിക്കും ഹീറ്റ് പറയുമ്പോഴാണ് നമ്മൾ ജൂൾ ഉപയോഗിക്കുക. ഹീറ്റ് ഇത്ര ജൂൾ എന്നാ പറയാ. ആ ഹീറ്റ് എന്ന് പറയുന്നത് ഇത്ര ജൂൾ എന്ന് പറയുമ്പോൾ അതിന് സമയം കൂടി ചേർത്തതാണ്. ഇത്ര സമയം കൊണ്ട് ഇത്ര ജൂൾ. അതൊരു സെക്കൻഡിലാവുമ്പോ ഇത്ര ജൂൾ പെർ സെക്കൻഡ്. എത്ര സെക്കൻഡ്? പെർ ജൂൾ പെർ സെക്കൻഡ് ആണിത്. അപ്പൊ 500 ജൂൾ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കുക, 500 ജൂൾ പെർ സെക്കൻഡിനെ നമ്മൾ പറയും 500 വാട്ട്. 500 വാട്ട്. അതായത് ഈ W എന്ന് പറയുന്നത് വർക്ക് ആണെങ്കിൽ ഈ W എന്ന് പറയുന്നത് എന്താകുന്നു? വാട്ട്. വാട്ട് ഇതാണ് സ്പെല്ലിംഗ്, WATT വാട്ട്. അപ്പൊ എന്താണ് വാട്ട്? വെരി ഗുഡ്, ജൂൾ പെർ സെക്കൻഡ്. അതായത് 500 ജൂൾ പെർ സെക്കൻഡ് എത്ര വാട്ടാ? 500 വാട്ട്. 250 ജൂൾ പെർ സെക്കൻഡ് എത്ര വാട്ടാ? 100 ജൂൾ പെർ സെക്കൻഡ് എത്ര വാട്ടാ? 50 ജൂൾ പെർ സെക്കൻഡ് എത്ര വാട്ടാ? 1 ജൂൾ പെർ സെക്കൻഡ് എത്ര വാട്ടാ? 1 വാട്ട്. മനസ്സിലായില്ലേ? അപ്പൊ 1 വാട്ട് എത്രയാണെന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് പറയും? 1 ജൂൾ പെർ സെക്കൻഡ് ആണ് 1 വാട്ട്. കേൾക്കണ്ട? 1 ജൂൾ പെർ സെക്കൻഡിന് നമ്മൾ പറയുന്ന പേരാണ് 1 വാട്ട്. കേൾക്കണ്ട? അതായത് ഒരു ഉപകരണം പ്രവർത്തിക്കുമ്പോൾ 1 സെക്കൻഡിൽ 1 ജൂൾ ഊർജം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു എങ്കിൽ അതിന്റെ വാട്ട് 1 വാട്ടാണ്. മനസ്സിലായി പറഞ്ഞത്? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറയാൻ പോകും അതിൻ്റെ ഇടയിൽ കൂടെ, തെറ്റിക്കരുത്. ഒരു ഉപകരണം, നമ്മുടെ വീട്ടിലൊരു ഉപകരണം 1 സെക്കൻഡ് ഉപയോഗിക്കുമ്പോൾ 1 ജൂൾ ഊർജം ഉപയോഗിക്കുന്നു, 1 ജൂൾ എനർജി ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ പവർ എന്തായിരിക്കും ചോദിച്ചാൽ 1 വാട്ട്. അതിന്റെ പവർ അതും എഴുതിണ്ടാവുക 1 വാട്ട് എന്നാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബൾബുമേ 9 വാട്ട് എന്ന് എഴുതി എന്തായിരിക്കും അതിന്റെ അർത്ഥം? 9 ജൂൾ പെർ സെക്കൻഡ്. തന്നെ 9 ജൂൾ പെർ സെക്കൻഡ്. 1 സെക്കൻഡിൽ 9 ജൂൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. 9 ജൂൾ എനർജി അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇസ്തിരിപ്പെട്ടിയും 500 വാട്ട് എന്ന് എഴുതിയാൽ എന്താണ് അതിന്റെ അർത്ഥം? 500 ജൂൾ പെർ സെക്കൻഡ്. ഇനി ഇസ്തിരിപ്പെട്ടിയുമേ അല്ലെങ്കിൽ മോട്ടറുമേ 1000 വാട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? 1000 ജൂൾ പെർ സെക്കൻഡ്. അതാണ് എന്ത്? 1000 വാട്ട്. കേൾക്കണ്ട? 1000 വാട്ട്. അതായത് 1 സെക്കൻഡിൽ 1000 ജൂൾ. 1 സെക്കൻഡിൽ വാട്ട് ട്ടാ, വോൾട്ട് അല്ല, വാട്ട്. വാട്ട്. ഞാൻ എവിടെ എഴുതാ? അര വോൾട്ട് എന്ന് പറയണ്ടല്ലോ. വാട്ട് ഇതാണ് WATT ട്ടാ, വാട്ട്. കേൾക്കണ്ട? അപ്പൊ ഒരു ഉപകരണം 1 സെക്കൻഡിൽ പ്രവർത്തിക്കുമ്പോൾ എത്രയാ? 500 ജൂൾ ഉണ്ടാക്കുന്നു 1 സെക്കൻഡിൽ. അപ്പൊ ഇതിന്റെ പവർ എത്രയും ചോദിച്ചാൽ 500 വാട്ട്.
500 വാട്ട്. ഇത്രയും പറഞ്ഞ് മനസ്സിലായ? ഇത്രയും പറഞ്ഞു മനസ്സിലായി? ഓക്കെ. വാട്ട് എന്താണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. പവർ എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. ഇനി ഇത് വെച്ച് കുറച്ച് കണക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ വേറൊരു തരത്തിലൊന്നും, അല്ലെങ്കിൽ ആ കണക്ക് ചെയ്തതിന് ശേഷം പരിചയപ്പെടുത്തിയാൽ മതി. അതിലില്ല, നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കൂടി വേണമെങ്കിൽ ഒന്ന് പറയാൻ ചേട്ടാ. ഞാൻ വേണ്ടല്ലേ, പുലിവാലാവും. വേറെ തരത്തിൽ പറഞ്ഞാൽ ഇനി പ്രശ്നവും വേണ്ട. ഇന്ന് നമുക്ക് കണക്ക് ചെയ്യാം. അപ്പോരെ? അപ്പോ ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചതാട്ടാ. പവറിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാ. എന്താ? പി ഈസ് ഈക്വൽ ടു എന്താ? W ബൈ ടി എന്ന് എഴുതാം, H ബൈ ടി എന്ന് എഴുതാം, പിന്നെയോ I² R എന്ന് എഴുതാം, പിന്നെയോ V ഇൻറ്റു I എന്ന് എഴുതാം, പിന്നെയോ V² ബൈ R എന്ന് എഴുതാം. കണ്ടാ? ഈ എന്തോരം തരത്തിൽ എഴുതാം നമുക്ക്. കണ്ടാ? അപ്പൊ ഇതൊന്നും എഴുതിയെടുക്കോ നിങ്ങൾ ജസ്റ്റ് റഫായിട്ട്? നോട്ട് ഞാൻ തരാട്ടാ. നോട്ട് ഞാൻ അയച്ചുതരാം കേട്ടാ. നോട്ട് ഇംഗ്ലീഷുകാരുടെ കഴിഞ്ഞിട്ടില്ല, മലയാളികളെ കഴിഞ്ഞിട്ടുണ്ട്. മലയാളികളെ ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം. ഇത് ക്ലാസ് കഴിഞ്ഞ കേട്ടാ. ഇത് ഫോട്ടോ എടുത്ത് അയക്കണം. കിട്ടിയില്ലേ അത്? ഒരു സർക്യൂട്ടിൽ ഒരു ഉപകരണം 540 W പവർ ഉപയോഗിക്കുന്നു, അതായത് വാട്ട് പവർ ഉപയോഗിക്കുന്നു. വോൾട്ടേജ് 230 V എങ്കിൽ ആംപെയറേജ് എത്ര എന്ന് കണക്കാക്കുക. അപ്പൊ തന്നതൊക്കെ എഴുതി. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ്. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങളത്? പവർ എത്രയാ? 540 W. പിന്നെ എന്താന്നുള്ളത്? വോൾട്ടേജ് 230, V 230. എന്താ ചോദിച്ചുള്ളത്? ആംപെയറേജ് എത്ര എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ആംപെയറേജ് കാണുന്ന ഇക്വേഷൻ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ കാണുന്ന ഇക്വേഷൻ വേണം ആംപെയറേജ് കണ്ടെത്താൻ. P is equal to VI. ഇതല്ലേ ഇക്വേഷൻ അല്ലേ? കേൾക്കണ്ട? അപ്പോ P is equal to VI എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, P എന്ന് പറയുന്നത് 540 സമം VI എന്ന് പറയുമ്പോൾ എത്ര? 230 ഇൻറ്റു I. അതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ, അല്ല 230 എത്ര കൊണ്ട് ഗുണിച്ചാൽ 540 കിട്ടും. അതെന്താ കിട്ടുക? അതായത് 230 ഇൻറ്റു I ആണ് 540. തിരിച്ചിട്ട് അങ്ങോട്ട് കൂടും. അപ്പൊ I എന്ത് വരും? 540 ബൈ എത്ര? 230 അല്ലേ? അപ്പൊ ഇവിടെ നമ്മളിത് ഹരിക്കുമ്പോൾ ഇത് വെട്ടിപ്പൂണ്ടാ. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കാര്യം കൂടി പറയാണ്ട്, അതൊന്ന് പറയണം. 54 ടു 23 കൊണ്ട് ഹരിച്ചുട്ടാ. 23 54 2 തവണ. 2 3 6 2 2 4 6 14 അവൻ 8 ബാക്കി 1 5. അപ്പൊ 8 വന്നു. ഇവിടെ കണ്ട റിമൈൻഡർ വന്നു, 8 വന്നു. കണ്ട? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ശരിക്ക് 2 ആൻസർ കിട്ടി. എന്നിട്ട് 8/23 ആണ് കിട്ടുക. 8/23. വേണമെങ്കിൽ ഒരു കാര്യം ഇത് പോയിന്റ് ആക്കാം. നോക്ക്, പോയിന്റ് ആക്കുമ്പോ എത്ര വരും? ഇവിടെ 0 ഇട്ടു, ഇവിടെ 0 ഇറക്കി ഇട്ടു. അപ്പൊ ഇവിടെ പോയിന്റ് ഇട്ടു, എന്നിട്ട് 0 ഇട്ടു ഇട്ടാ. അപ്പൊ 80 പോയിന്റ് ആക്കാം. 80 എത്ര തവണ വരും ചോദിച്ചാൽ 4 തവണ വരും. 4 തവണ വരും. 4 തവണ വരില്ലല്ലോ, 3 തവണ തന്നെ വരുള്ളൂ. 3 3 6 3 3 9 3 2 6 9 10 1 ബാക്കി 1 11. കണ്ട? വീണ്ടും അപ്പൊ 2.3 ആണ് കിട്ടിയത്. അത് മതി. പോയിന്റിന് ശേഷം ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് ശ്രദ്ധിക്കുക, 2.3 ശ്രദ്ധിക്കട്ടാ. 2.3 ഇവിടെ ഇവര് കറക്റ്റ് ആയിട്ട് 2.34 എന്ന് ആക്കിയിട്ടുണ്ട്. 4 ആംപെയർ ആക്കിയിട്ടുണ്ട്. ആ 2.34 ആംപെയർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ട നിങ്ങൾ. ഇതിലിപ്പോ ടെക്സ്റ്റ് ബുക്കില്
2.3 എന്നുള്ളത് 2.4 ആംപെയർ ആക്കിയിട്ടുണ്ട്. 2 എത്രയാ? 4 ആംപെയർ ആക്കിയിട്ടുണ്ട്. കേൾക്കണ്ട? സാധാരണ ഈ ആംപെയർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു കടയിൽ പോയിട്ട് ഫ്യൂസ് വയർ മേടിക്കുമ്പോൾ, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫ്യൂസ് വയർ മേടിക്കുമ്പോൾ അയാൾ നമ്മളോട് ചോദിക്കുക എത്ര ആംപെയറിനെയാണ് വേണ്ടത് ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് 2.4 എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ അത് ഉണ്ടാവില്ല എടുക്കാൻ. കേൾക്കണ്ട? അപ്പോൾ സാധാരണ ആംപെയർ പറയുമ്പോൾ ഒരു ഫുൾ നമ്പറാണ് പറയുക. ഒന്നുകിൽ 1, പിന്നെ 2, പിന്നെ 3 അങ്ങനെയാണ് പറയുക. കേൾക്കണ്ട നിങ്ങൾ പറയണത്? അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര ആംപെയറിന്റെ ഫ്യൂസ് മേടിക്കണം, വയർ എത്ര മേടിക്കണം ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയാ? 2.4 എന്തായാലും കിട്ടില്ല. എത്രയാ പറയാ? 3 ആണോ 2 ആണോ പറയാ? 3 ആണ് പറയാ. കാരണം നമ്മുടെ ഉപകരണത്തിന്റെ ആംപെയറേജ് 2.4 ആണെങ്കിൽ ഉപകരണത്തിന്റെ ആംപെയറേജ് കറക്റ്റ് ആയിട്ട് ഇവിടെ കണ്ടുപിടിച്ചു 2.4. പക്ഷെ ഫ്യൂസ് വയർ മേടിക്കാൻ പോകുമ്പോൾ 2.4 കിട്ടില്ല. ഒന്നോലെ 2 മേടിക്കണം, അല്ലെങ്കിൽ 3 മേടിക്കണം. അപ്പൊ എത്ര മേടിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം 3 മേടിക്കണം എന്നാ പറയാം. കാരണം 2ന്റെ ഇട്ടിട്ട് 2 ആംപെയറിലുള്ള ഫ്യൂസ് വയർ ഇട്ടിട്ട് ഇത് ഓൺ ചെയ്ത ഉടനടി ഫ്യൂസ് വയർ കത്തിപ്പോവും. ആ ഉപകരണം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായ? ആ ഉപകരണം നമ്മൾ ഓൺ ചെയ്താൽ അപ്പൊ ഈ വയറേ കത്തിപ്പോവും. കാരണം 2നെക്കാട്ടും കൂടുതലാണ് ഉപകരണത്തിന്റെ ആംപെയറേജ്. അപ്പൊ ഫ്യൂസ് വയർ എന്തായിരിക്കണം? 2.4 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം. കേട്ടാ? എന്ന് വെച്ചാൽ വല്ലാതെ കൂടുതലല്ല, 3 മാക്സിമം. എത്ര? 3. അപ്പൊ നമ്മൾ കടയിൽ പോയിട്ട്, അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ഇത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ, എത്ര ആംപെയറിന്റെ ഫ്യൂസ് വയർ മേടിക്കണം. അപ്പോൾ കടയിൽ പോയിട്ട് മേടിക്കുമ്പോൾ 2.4ന്റെ കിട്ടില്ല. നമ്മളപ്പോ എത്ര ആംപെയറിന്റെ മേടിക്കണം? ചുരുങ്ങിയത് എത്രയാ? അതായത് ചുരുങ്ങിയതല്ല, സോറി, മാക്സിമം എത്രയുടെ മേടിക്കണം? നമ്മൾ 3 ആംപെയറിന്റെ മേടിക്കണം. കേൾക്കണ്ട? ഞാൻ പറഞ്ഞു മനസ്സിലായി? ഓക്കെ. അപ്പൊ അത് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത കണക്ക് എഴുതിയെടുക്കുക കേട്ടാ. എഴുതി കഴിഞ്ഞാൽ പറയണം കേട്ടോ. അടുത്ത കണക്ക് എഴുതി കഴിഞ്ഞാൽ പറയണം. അല്ല, ഇത് എഴുതി A heating appliance has a resistance of 115 ohm. If 2 ampere current flows through it, what is the power of the appliance? Power എന്താണ് ചോദ്യം. ഇതേപോലെ തന്നെ തന്നതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യും. ആദ്യം ശ്രദ്ധിക്കുക. എന്താ പറയണത്? ഇവിടെ 115 ഓം പ്രതിരോധമുള്ള തപന ഉപകരണത്തിന്റെ പ്രതിരോധം തന്നിട്ടുണ്ട് 115 ഓം. അപ്പൊ നമ്മൾ എഴുതി എന്തെന്ന് എഴുതി? R സമയത്ര 115 ഓം. പിന്നെ എന്താന്നുള്ളത്? 2 ആംപെയർ വൈദ്യുതി. അപ്പൊ അത് I ആണ്. 2 ആംപെയർ എന്ന് പറയുന്നത് അത് എത്രയാ? 2 ആംപെയർ. അപ്പോ ഉപകരണത്തിന്റെ പവർ എത്ര? അപ്പൊ പവർ കാണാനുള്ള ഇക്വേഷൻ ഐയും ആറും വെച്ചുള്ള ഇക്വേഷൻ ചെയ്താൽ മതി. ഏത് വരിക? I സ്ക്വയർ R. I സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു സ്ക്വയർ ഒന്നും ഇടാൻ നിൽക്കരുത് കേട്ടാ. 2 ഇൻറ്റു 2 ഇൻറ്റു 115 അങ്ങനെ ഇടാം. അപ്പൊ എത്ര വരും? 230, 23, 460 എന്താ വാട്ട്. 460 എന്താ വാട്ട്. ഇത്ര വേണം. ചെയ്തൂടെ അത്? എങ്കിൽ അടുത്തത് ചെയ്യാം. ഇപ്പൊ നമ്മള് കഴിയാറായി പാഠം. നവ്യ, ആര്യനന്ദ, നവീന, അഹല്യ, ആരൊന്നും ഇല്ല. ഗോപിക എന്തേലൊക്കെ പറഞ്ഞാണെന്നാ. ഗോപികയുടെ ശബ്ദം ഒന്നും കേൾക്കാല്ലേ ഇപ്പൊ. ചെയ്യണ്ട. എവിടെ ഗോപിക ഇല്ലേ? എവിടെ സ്ഥലത്ത്? ശരി. 230 വോൾട്ട് ഇല്ല. അപ്പൊ വി എത്രയാ? 230 വി. വൈദ്യുത ബൾബിലൂടെ 0.4 ആംപെയർ വൈദ്യുതി. അപ്പൊ I എത്രയാ?
0.4 ആംപിയർ. എങ്കിൽ ബൾബിന്റെ പവർ P = എന്ത് വരും? VI അല്ലേ? 0.4 × 230 ഇങ്ങനെ ചെയ്യല്ലേ വേണ്ടോ? 4 3 12 ബാക്കി 1 4 2 8 1 9 ഒരു 0 ഒരു സ്ഥാനം നീക്കി കുത്തിടുമ്പോ 92 വാട്ട് ആണോ? കിട്ടിണ്ടാ? കട്ടായില്ലോ. ഒരു മിനിറ്റ് കേട്ടാ. കാണാണ്ട? കേക്കാണ്ട? കേൾക്കാണ്ട കുട്ടികളെ? ഹലോ. ഹലോ, കേക്കാണ്ട? ഇപ്പൊ കേക്കാണ്ട? ഞാൻ നേരത്തെ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ കേക്കണ്ട? നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇപ്പൊ കമ്പ്യൂട്ടറിൽ നിന്നാണ് കാണുന്നത് നിങ്ങൾ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞു, കണക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ആ പാഠത്തില് ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞുട്ടാ. നമുക്ക് ലാസ്റ്റ് കുറച്ച് ഇവരിവിടെ ഇത് തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാൻ വേണമെങ്കിൽ. ഇനി അതില് ഞാനൊരു കാര്യം നേരത്തെ ഒന്ന് പറയാന്ന് വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാനത് പറയട്ടെ നിങ്ങളോട്. എനിക്ക് പറയാണ്ടൊരു സുഖമില്ല. അതായത് വേറൊന്നുമല്ല, നമ്മളിപ്പോ ഒരു ഉപകരണം വാങ്ങിക്കുമ്പോ അതുമ്പോ വാട്ട് എഴുതിണ്ടാവുമല്ലോ. 1000 വാട്ട് എന്ന് എഴുതിയാൽ എന്താ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണത് എന്ന് പറഞ്ഞു? 1 കിലോവാട്ട്. 1000 ജൂൾ/സെക്കൻഡ്. അല്ലെ, 1000 ജൂൾ. ഓക്കെ കേട്ടാ. അപ്പൊ എന്നാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 5:06. എനിക്ക് ടൗണിലേക്ക് ഒന്ന് പോവാനുണ്ടേ, അല്ലെങ്കിൽ നേരം വൈകി. ലീവ് ചെയ്തോളൂ കേട്ടോ. അതെ, ഒരു കാര്യം ഞാൻ